ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സന്തോഷവും അതേപോലെ തന്നെ കുറച്ച് സങ്കടവും നിറഞ്ഞ വീഡിയോ ആണ്. ഒരു യാത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അവളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാന് ഞങ്ങൾ എല്ലാവരും പോകുന്ന ഒരു വീഡിയോ ആണ്. ആ യാത്രയും അവിടെ നിറഞ്ഞ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. രാത്രി 12 മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. എന്റെ നാത്തൂനും കുട്ടികളും ഞാനും ഇക്കയാണ് കേട്ടോ കൊണ്ടാക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെ വീട്ടില് പിന്നെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പാനോട് പറയണതൊന്നും, പിന്നെ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഉപ്പനോട് പറയണതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ പോവാണ്. ഫ്ലൈറ്റ് കരിപ്പൂര് എയർപോർട്ടിൽ നിന്നാണ്. 4 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങൾ പിന്നെ ഒരു 12:15 ആവാൻ സമയം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ലഗേജും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി അവിടെ എത്തിയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കും ചെയ്യാം. പിന്നെ നേരത്തെ എത്തി അതിനൊക്കൂലല്ലോ നമുക്ക്. പിന്നെ ഇങ്ങനെ നേരം വൈകോ എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കണം ആവശ്യമില്ലല്ലോ എഴുതിട്ട് അടുത്ത് നേരത്തൊക്കെ ഇറങ്ങണത്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങള് കരിപ്പൂര് എയർപോർട്ടിൽ എത്തി. ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ. ഇക്ക പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞങ്ങള് ലഗേജ് എന്തുകൊണ്ട് അങ്ങനെ പോവാണ്. പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. അടുത്ത ലക്ഷ്യം വെയിറ്റ് നോക്കണം എന്നല്ലോ ആദ്യം. അതിന് ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങിയതും. വെയിറ്റ് നോക്കിയപ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒക്കെ കറക്റ്റാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബോക്സ് ഫുള്ളും റാപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇനി സാധനങ്ങൾ എടുക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഫുള്ളായിട്ടും പൊട്ടിക്കണല്ലോ. അതുകൊണ്ട് പിന്നെ അത് റാപ്പ് ചെയ്യുക അങ്ങനത്തെ പണികളൊന്നും കൂടുതൽ കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു പെട്ടി റാപ്പ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ റാപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള സാധനം കൊണ്ടായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. പിന്നെ അവിടുന്ന് തന്നെ നിന്നിട്ട് ഇക്കയും ഓളും കൂടിയും അത് റാപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നിന്നു. റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാല് അപ്പോഴേക്ക് പിന്നെ പോവാനുള്ള സമയമൊക്കെ ആയി. പിന്നെ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. മോള് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് തന്നെ ഓള് ഉറങ്ങിക്കണേ. കാരണം സമയം ആ 12 മണി ആവോളം ഓള് വീട്ടിൽ നിന്ന് ഉറങ്ങാതെ ആ ഒരു സമയം ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഓള് ഉറങ്ങിയത്. പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ ഉറക്കം പിന്നെ പെരയിലെത്തോളം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദീദി പോവാണോ അങ്ങനെയൊക്കെ പെരയിന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഓള് ഉറങ്ങാതെ കുത്തിറക്കിയായിരുന്നു. പക്ഷെ പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോ പിന്നെ അവള് വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം ഓൾ കുട്ടിയല്ലേ, ഓൾ ഉറങ്ങട്ടെ വിചാരിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഓള് ദീദിയും ഓളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഓല് രണ്ടാളും കൂടിയും ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എപ്പോഴും ഈ നാത്തൂന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരാളുമാണ്. കാരണം എന്താ വെച്ചാൽ ഇക്കാക്ക് മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നെ അവിടെ ആക്കിയിട്ടാ പോവുക. അപ്പൊ പിന്നെ ഓല് രണ്ടുപേരും കൂടിയാണ് കേട്ടോ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നാത്തൂർക്ക് 2 കുട്ടികളാണ്. ഇവള് 2 ആളുണ്ട്. ഇവളെ കൂടെയാണ്. പക്ഷെ ഇവള് മറ്റോള് കോളേജിലേക്ക് പോവാമല്ലോ. അപ്പൊ ഇവളാവും അവിടെ കൂടുതൽ ഉണ്ടാവുക. ഇവളെയും കൊണ്ട് കളിക്കും ചെയ്യും. 2 ആളും അതിന് നിൽക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഇവള് ഉറങ്ങിയതുകൊണ്ട് പിന്നെ അവളെ വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഓക്ക് പോവാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ പോയി. ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ബോഡി പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ്. പിന്നെന്ന് പറയുമ്പോ ഇങ്ങനെ ഇതൊക്കെ ഇപ്പോഴും എനിക്ക് കാണുമ്പോ സന്തോഷം കിട്ടും. അൽഹംദുലില്ലാ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോ ഓൾ അവിടെ എത്തിയിട്ടുണ്ട്. റാഹത്തോടെ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണം, ആ യാത്രയിൽ ഇനി ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു ടെൻഷൻ ഒരു ഭാഗത്തുണ്ടാകും. പിന്നെ പോകുമ്പോൾ ഒരു സന്തോഷം വേറെ ഭാഗത്തും ഉണ്ടാവും കേട്ടോ. പിന്നെന്ന് പറയണത് എന്താണെന്ന് വെച്ചാല് പറയാൻ വാക്കുകളില്ല. എന്തൊക്കെ പറയണമെന്നിട്ട് അറിയണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവള് പോകണത് ഒമാനിക്കാണ് കേട്ടോ പോകണത്. അതുകൊണ്ട് പിന്നെ പറഞ്ഞാല് ഓളെ ഹസ്ബൻഡിന് ലീവും കാര്യങ്ങളൊക്കെ കുറവുമാണ്. പിന്നെന്ന് പറഞ്ഞാല് ഈ ഒരു പോക്കില് എന്താണ് ഇത്ര നമുക്ക് സന്തോഷം സങ്കടം ഒരുമിച്ച് വരാന് വേറെ കുറെ കാരണങ്ങളും ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പൊ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി പോകുന്നത് ആ ഒരു കാര്യം സക്സസ് ആവട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ. ഇനി തിരിച്ചു വരുമ്പോ ആ സന്തോഷം കേൾക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ. അങ്ങനെ പിന്നെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ സമയമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഓള് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങള് വണ്ടി കയറി ഇങ്ങനെ പോന്ന് ചിലയിടത്തൊക്കെ നിർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിർത്തി ആക്കുമ്പോണേ പിന്നെ പോന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഇങ്ങനെ ആക്കുമ്പോണെ എത്തിയാൽ മതിയല്ലോ. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് കേറിയിരുന്നു. അതൊന്നും പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഓള് പോയി. ഞങ്ങള് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവുകയും ചെയ്ത്. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ.